ലീഡ് ജനറേഷനേക്കാൾ കൂടുതൽ പലപ്പോഴും ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു സെയിൽസിനാണുള്ളത്. ഒരുപാട് ബിസിനസ്സുകൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ ആണത് പ്രോപ്പർ സെയിൽസ് ടീം ഇല്ല എന്നുള്ളത്. കുറെ കാര്യമായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന അത്ര ലീഡ് പ്രൊവൈഡ് ചെയ്തിട്ട് മന്ത് എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലീഡ് എത്ര അവർ കോൾ ചെയ്തു, എത്ര പേരെ കോൺടാക്ട് ചെയ്തു നോക്കുന്ന സമയത്ത് പലപ്പോഴും ഓണർ ബിസി ആയിരിക്കും, പ്രോപ്പർ സെയിൽസ് ടീം ഉണ്ടാവില്ല. ഈ ഇഷ്യൂസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരിക്കും. ഇങ്ങനത്തെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CRM സെറ്റപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ സർവീസ് ഒരു ക്ലയന്റിന് വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തത് വാട്സ്ആപ്പ് ബോട്ടാണ്, ലീഡ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വീണ്ടും അതൊരു സെയിലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രോപ്പർ സെയിൽസ് ടീം ഇല്ലാതെ ഒരു ലീഡും കൺവേർട്ട് ആവില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും ഇതുപോലെ മെറ്റാഡാണ് നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും ഇതുപോലെ മെറ്റാഡ് റൺ ചെയ്യുന്നുണ്ടാവും, ഗൂഗിളർ റൺ ചെയ്യുന്നുണ്ടാവും. ഇവരും ഒരു സെയിം പ്രോസസ്സിൽ കൂടെ അവർക്കും ലീഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ സെയിൽ വിൻ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാണ് ഏറ്റവും ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. രണ്ട്, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കോളിലായിരിക്കും ചെയ്യുക, വാട്സപ്പിലായിട്ടായിരിക്കും, ഇമെയിൽ ഫോളോ അപ്പ് ആയിരിക്കും. പക്ഷേ ഇതേപോലെ നമ്മൾ കോമ്പറ്റീറ്ററും ചെയ്യണ്ടാവുമല്ലോ. അതിനേക്കാൾ അപ്പുറം നമ്മുടെ കസ്റ്റമറിന്റെ മൈൻഡിൽ നമ്മുടെ നെയിം ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സർവീസ് ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെയാണ് എപ്പോഴും ഒരു കുറച്ചുകൂടെ കോൺവെർസേഷൻ, ഒരു മീറ്റിംഗ്, ഒരു മീറ്റ് അല്ലെങ്കിൽ ഒരു പോസിബിൾ നമ്മൾ ഡയറക്റ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ലീഡ് ജനറേഷൻ പലപ്പോഴും ഈസി ആയിരിക്കും, മറ്റേ ഗൂഗിൾ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ. നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലീഡ് വരുന്നത് മാത്രമല്ല നോക്കേണ്ടത്, ആ ലീഡ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ട്രെയിൻഡ് സെയിൽസ് ടീം ഉണ്ടോ. രണ്ട്, ലീഡ്സ് എല്ലാം ട്രാക്ക് ചെയ്യാനും ഫോളോ അപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അപ്സ്പോട്ട് പോലുള്ള ഫ്രീ CRMs അവൈലബിൾ ആണ്. CRM നിങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ. പിന്നെ അടുത്തത് വരുമ്പോൾ തന്നെ ആ ഒരു ലീഡിനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം. ചിലപ്പോൾ ഒരു ലീഡ് കൺവേർട്ട് ചെയ്യണം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടോ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയിട്ടോ നിങ്ങളുടെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടോ ഒന്ന് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു കസ്റ്റമർ നിങ്ങളുടെ ലീഡ് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യേണ്ടാവുക. അപ്പോൾ ആ പ്ലാറ്റ്ഫോമുകളിൽ അവർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ട്രസ്റ്റ് ബിൽഡിംഗ് ഫാക്ടേഴ്സ് അവിടെ ഉണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, ആ ലീഡിനെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക. കൂടുതൽ ഇഷ്യൂസ് വരുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സുകൾക്കാണ് എനിക്ക് തോന്നാറുണ്ട്. ഒരു പ്രോപ്പർ സെയിൽസ് ടീമിനെ വെച്ചിട്ട് ഉടൻ തന്നെ ഒരു മീറ്റോ ഫിസിക്കൽ മീറ്റോ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ ചെയ്യുന്ന ഈ നോർമൽ വേ ഓഫ് ഫോളോ അപ്പ് നമ്മുടെ കോമ്പറ്റീറ്ററും ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഒരു സ്റ്റെപ്പ് നമുക്ക് എക്സ്ട്രാ കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പോയിന്റ്. അവിടെയാണ് നമ്മൾ വിൻ ചെയ്യുന്നത്. താങ്ക് യു.